കഴിഞ്ഞ ഡേ ഞാൻ 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാരൻറ്റിങ് സ്റ്റൈലിനെ പറ്റിയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ഫീഡ്ബാക്ക് കിട്ടിയിരുന്നു, പാരൻറ്റിങ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമോ എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് പാരൻറ്റിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് സ്റ്റേജസും ആ സ്റ്റേജസിൽ പാരൻറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ അവരുടെ കുട്ടികളുടെ ആ സമയത്തെ ബേസിക് വേർച്യു എന്തായിരിക്കും എന്നുള്ളതും ഒരു സൈക്കോ സോഷ്യൽ തിയറിയിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നതാണ് ഇൻഫാൻസി സ്റ്റേജ്. ഈ സ്റ്റേജിലാണ് 0 to 1 ഇയർ, അതായത് കുട്ടി ജനിച്ചത് മുതൽ 1 വർഷം വരെയുള്ള സമയം. ഈ സമയത്ത് അവരുടെ ബേസിക് വെർച്യു എന്ന് പറയുന്നത് ഹോപ്പാണ്. അതുപോലെ സൈക്കോ സോഷ്യൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് ആണ്. ഈ ഒരു മൈൽ സ്റ്റോണിലാണ് ബേബീസ് ചിരിക്കാൻ തുടങ്ങുന്നത്, ഐ കോണ്ടാക്ട് തരുന്നത്, ബാബിൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുപോലെ അവരുടെ നീഡ്സിന് വേണ്ടിയിട്ട് കരയാനായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. ഈ ഒരു സ്റ്റേജിൽ പാരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓൺ ടൈം ഫീഡ് ചെയ്യുക, അതുപോലെ സോഫ്റ്റായിട്ട് ടോക്ക് ചെയ്യുക, അവർക്ക് അറിയുമ്പോൾ അവർക്ക് അറ്റൻഷൻ കൊടുക്കുക, ഒരു റെസ്പോൺസ് കൊടുക്കുക. ഇത് ഇല്ലയെന്നുണ്ടെങ്കിൽ അറ്റാച്ച്മെൻറ്റ് ബിൽഡ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഉണ്ടാകുന്ന കോൺസിക്വൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ വളരുമ്പോൾ, ബേബീസ് വളരുമ്പോൾ അവർ ഇൻസെക്യൂർ ആയിരിക്കും, ആങ്ഷ്യസ് ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് കെയർ ഗീവറായിട്ടും പാരൻ്റായിട്ടും ഒക്കെ അറ്റാച്ച് ബിൽഡ് ചെയ്യുന്ന, ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടൈമാണ്. അടുത്തതാണ് ടോഡ്ലർഹുഡ്, 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള ടൈം. ഈ ഒരു ടൈമിൽ അവരുടെ ബേസിക് വെർച്യു എന്ന് പറയുന്നത് വിൽ ആണ്. അതുപോലെ അവരുടെ സൈക്കോ സോഷ്യൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഓട്ടോണോമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ടാണ്. ഈ ഒരു സ്റ്റേജിലാണ് കുട്ടികൾ നടക്കാൻ തുടങ്ങുന്നത്, സറൗണ്ടിങ്സിലുള്ള കാര്യങ്ങളെയൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങുക, നോ പറയാൻ തുടങ്ങുക, അവരുടെ പ്രിഫറൻസ് ചോയ്സസ് ഒക്കെ പറയാൻ തുടങ്ങുക, അതുപോലെ അഡൾട്ടിനെ ഇമിറ്റേറ്റ് ചെയ്യുക, ടോയ്ലറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നൊരു ടൈം, അതൊക്കെ ഈ ഒരു ഏജ് ടൈമിലാണ്. ഇവിടെ പാരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവരെ പ്രേസ് ചെയ്യുക എന്നുള്ളത്. അതായത് ചെറിയ ചെറിയ ചോയ്സസുകൾ അവരെടുക്കുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്കൂളിൽ പോകുന്ന അല്ലെങ്കിൽ പുറത്ത് പോകുന്ന സമയത്ത് നിങ്ങളൊരു ചോയ്സ് കൊടുക്കുകയാണ് ഡ്രസ്സിന്, അതിൽ നിന്ന് അവർ ഏതെങ്കിലും ഒരെണ്ണം ഡിസിഷൻ എടുക്കുകയെന്നുണ്ടെങ്കിൽ, ഒരെണ്ണം ചൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ പ്രേസ് ചെയ്യുക. അതുപോലെ ഫുഡ് കഴിക്കുമ്പോൾ സ്പൂൺ യൂസ് ചെയ്യാണ്, അങ്ങനെ ചെറിയ ചെറിയ ഇനീഷ്യേറ്റീവ് അവരെടുക്കുന്നത് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പ്രേസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ടൈമിൽ പാരൻസ് ചെയ്യേണ്ട കാര്യം. ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മിസ്റ്റേക്ക് ആകുമോ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റായി പോകുമോ, അതുപോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്യാനായിട്ട് ഹെസിറ്റേറ്റഡ് ആവുകയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ഇപ്പോഴാണ്. അടുത്തതാണ് പ്രീ സ്കൂൾ സ്റ്റേജ്. ഈ സ്റ്റേജാണ് 3 to 5 ഇയേഴ്സ് വരെ. അതായത് ഈ ഒരു സ്റ്റേജിൽ ബേസിക് വെർച്യു എന്ന് പറയുന്നത് പർപ്പസാണ്. അതുപോലെ സൈക്കോ സോഷ്യൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ടാണ്. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ കുട്ടികൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുപോലെ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് വൈ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ ചെറിയ കുട്ടികൾ ഇതെന്തിങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നത്, അതൊക്കെ ഈ ഒരു സ്റ്റേജിലാണ്. അപ്പോൾ ഇവർ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും. അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രിട്ടൻഡ് പ്ലേകൾ, അതായത് ഇമാജിനറി പ്ലേകളൊക്കെ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് ഈ സ്റ്റേജിലാണ്. ഈ ഒരു സ്റ്റേജിൽ പാരൻസ് ശ്രദ്ധിക്കേണ്ടത് അവരുടെ ക്യൂരിയോസിറ്റീനെ ഇല്ലാതാക്കാതെ നോക്കുക. അതായത് അങ്ങനെ വരുമ്പോൾ അപ്പോൾ ഇവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതൊക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യിക്കുകയാണ്. നീ എന്തിന് ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിക്കണേ, ഇനി ചോദിക്കരുത്, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ എഫക്റ്റ് ചെയ്യാന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ക്യൂരിയസ് ആവുന്നത്, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ക്യൂരിയസ് ആവുന്നു എന്നുള്ളതിൻ്റെ ഗിൽട്ടായി മാറും അത്. അതുപോലെ തന്നെ അവരുടെ സെൽഫിനെ തന്നെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവരുടെ സെൽഫിനെ എക്സ്പ്രസ് ചെയ്യാൻ തന്നെ അവർക്ക് മനസ്സിലാവാൻ, അതല്ലെങ്കിൽ ഡിഫിക്കൽട്ടായിട്ട് മാറും. സ്കൂൾ ഏജ് 6 വയസ്സ് മുതൽ 12 വയസ്സുള്ള ടൈമും. ഈ ടൈമിൽ ബേസിക് വെർച്യു എന്ന് പറയുന്നത് കോമ്പിറ്റൻസ് ആണ്. അതുപോലെ സൈക്കോ സോഷ്യൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി ആണ്. ഈ ടൈമിലാണ് നമ്മൾ പിയേഴ്സ് ആയിട്ടുള്ള കമ്പാരിസൺ നടത്തുക, ലേൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക, റീഡിങ്, റൈറ്റിംഗ്, കൗണ്ടിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുപോലെ ചെറിയ ചെറിയ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര കോമ്പിറ്റൻസ് കാണിക്കുന്നത്, ചെറിയ അച്ചീവ്മെൻറ്റ്സ് കിട്ടുന്നതിലൂടെ സെൽഫ് വർത്തിനെ ബിൽഡ് ചെയ്യുന്നതും ഒക്കെ ഈ ടൈമിലാണ്. ഈ ഒരു സ്റ്റേജിൽ പാരൻസ് അവരുടെ എഫേർട്സിനെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ മാത്രമല്ല അവർ ഇൻവോൾവ് ചെയ്യിപ്പിക്കാനും എഫേർട്ട് എടുക്കണം. അതായത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ആർട്സ്, സ്പോർട്സ്, അതുപോലെ ഹോംവർക്കുകൾ ചെയ്യാനായിക്കോട്ടെ, അതിനൊക്കെ ഒരു ഇൻവോൾവിങ് ആയിട്ടുള്ള ഒരു പാർട്ട് നമ്മൾ പാരൻസ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്നത് അവരുടെ എഫേർട്സ്, അവർ ചാലഞ്ചസ് ഏറ്റെടുക്കാൻ റെഡിയാവില്ല. അതുപോലെ തന്നെ അവർ വേർത്തല്ല എന്നുള്ളൊരു ഫീല് കുട്ടികൾക്ക് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്.
അപ്പോൾ കാലങ്ങളായിട്ട് നമുക്ക് കിട്ടിയ പാരൻറ്റിങ് നമ്മൾ നമ്മളുടെ മക്കൾക്കും കൊടുത്ത് തിരിച്ച് അവരും അവരുടെ മക്കൾക്ക് കൊടുത്ത് അങ്ങനെ ഒരു ടോക്സിക് ആയിട്ടുള്ളൊരു പാരൻറ്റിങ് കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ടെങ്കിൽ ലെറ്റ്സ് ബ്രേക്ക് ദാറ്റ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും മക്കൾക്ക് വേണ്ടി എന്നുള്ളത് ലേൺ ചെയ്യുക. അവർക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കുക. ഒരു എവർലാസ്റ്റിംഗ് ട്രോമ കുട്ടികൾ ക്രിയേറ്റ് ചെയ്യാതെ അത് നിർത്തിക്കൊണ്ട് നമുക്ക് പുതിയൊരു പാരൻറ്റിങ്, നല്ലൊരു പാരൻറ്റിങ് സ്റ്റൈല് പഠിക്കുക, ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ ഇനിയും റിലേറ്റഡ് ആയിട്ട് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബി കൈൻഡ് ടു യുവർ മൈൻഡ്. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ.